ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവാൻ സുദാമാവിന്റെ കയ്യിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ അവിൽപ്പൊതി തട്ടിപ്പറിച്ചെടുത്തു. അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് കഴിച്ചു. രണ്ടാമത്തെ പിടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായിരിക്കുന്ന രുക്മിണി ദേവി ഭഗവാന്റെ കൈകളിൽ പിടിച്ചു. ഭക്തിവാത്സല്യത്തോടെ ഭഗവാൻ കൃഷ്ണന് ഭക്ഷണം സമർപ്പിക്കുകയും ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്താൽ ഐശ്വര്യദേവതയായിരിക്കുന്ന രുക്മിണി ദേവി സ്വയം ആ ഭക്തന്റെ ഗ്രഹത്തിലെത്തി അതിനെ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഗ്രഹമാക്കി തീർക്കാൻ നിർബന്ധിതനായി തീരുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ നാരായണനെ സമർത്ഥിയായിട്ട് ഊട്ടിയാൽ ഐശ്വര്യദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവി അയാളുടെ വീട്ടിൽ അതിഥിയായി എത്തുക തന്നെ ചെയ്യും. എന്ന് വച്ചാൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യവും കളിയാടും എന്നർത്ഥം. ജ്ഞാനിയായിരിക്കുന്ന സുദാമാ ബ്രാഹ്മണൻ അന്ന് രാത്രി ഭഗവാൻ കൃഷ്ണന്റെ കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി. വൈകുണ്ഠ ലോകത്തിൽ പോയി കഴിയുന്നത് പോലെ ആണ് അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടത്. വാസ്തവത്തിൽ അദ്ദേഹം വൈകുണ്ഠത്തിൽ തന്നെ ആയിരുന്നു. എന്തെന്നാൽ ആദിനാരായണനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനും ഐശ്വര്യദേവതയായിരിക്കുന്ന രുക്മിണി ദേവിയും കുടികൊള്ളുന്നിടം ആധ്യാത്മിക ലോകമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ നിന്ന് വിഭിന്നമല്ല. കൃഷ്ണ ധാമത്തിലായിരുന്നപ്പോൾ പണ്ഡിതനായിരിക്കുന്ന സുദാമ ബ്രാഹ്മണന് എന്തെങ്കിലും കാര്യമായി ലഭിച്ചെന്ന് തോന്നിയതുമില്ല. എന്നിട്ടും അദ്ദേഹം ഭഗവാനോടൊന്നും ചോദിച്ചതുമില്ല. പിറ്റേന്ന് തന്നെ അദ്ദേഹം സ്വഭവനത്തിലേക്ക് തിരിച്ചു പോരും വഴി കൃഷ്ണൻ തനിക്ക് നൽകിയ സ്വീകരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദത്തിൽ മുഴുകി. വഴിനീളെ കൃഷ്ണന്റെ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണോ ശരിക്കും ഭഗവാനെ കാണാൻ വന്നത് അത് മറന്നു. അതാണ് സുധമാവിനെ സംബന്ധിച്ചിപ്പോൾ സംഭവിച്ചത്. ഭഗവാന്റെ പെരുമാറ്റത്തിലും നമ്മളിപ്പോൾ എവിടെ ചെന്നാലും വേണ്ടില്ല, ഒരു അതിഥിക്ക് കിട്ടേണ്ടതായ എല്ലാവിധ സ്വീകാര്യങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ, ആദരവും ബഹുമാനവും ശുശ്രൂഷയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധുക്കളെ കാണാൻ പോയതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ എന്തിനു വേണ്ടി എന്തുദ്ദേശിച്ചുകൊണ്ടാണ് പോയത് അത് മറന്നു പോകുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോഴും അതെ, അതീവ ഭക്തിയോടെ കറകളഞ്ഞ ഭക്തിയോടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ കണ്ട് ദർശനം നടത്തി തിരിച്ചു പോരുന്ന ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ആനന്ദമായിട്ട് മാറിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാനോട് പറയാനുള്ള പരാതിയും കുറ്റവും ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആവശ്യം അർത്ഥലാഭത്തിന് വേണ്ടിയിട്ടോ അവിശ്വസിദ്ധിക്കായിക്കൊണ്ടോ ഒക്കെ പോയി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം മറന്നിട്ട് പോരുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം ഭഗവാനെ കണ്ടാൽ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു മാത്രമല്ല, ഭഗവാനായിക്കൊണ്ട് നമ്മൾ വയസ്സായവരെ കാണാൻ പോകുമ്പോഴും ഇല്ലെങ്കിൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് വെറും കൈയോടെ പോകരുത് എന്ന് പറയുന്നതിൻ്റെ തത്വം ഇതാണ്. അപ്പം ഭഗവാൻ കഴിച്ചോ കഴിച്ചില്ലയോ ഇല്ലേ കഴിക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറും കൈയോടെ പോകാതിരിക്കുക, എന്തെങ്കിലും ഒക്കെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുക. അത് പത്രം പുഷ്പം ഫലം തോയ വ്യോമേ ഭക്ത പ്രയച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും വേണ്ടില്ല, ഭഗവാന് സുഭിക്ഷമായിട്ട് നമ്മൾ എന്തു സമർപ്പിക്കുന്നോ അതിന്റെ 4 ഇരട്ടിയായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ അതിന്റെ ഐശ്വര്യം ലക്ഷ്മി ദേവി കൊണ്ടുതരുന്ന പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഭക്തിഭാവം ഒരു ഗ്രഹം തന്നെ പരിപാലിക്കുന്നതില്, ഗൃഹസ്ഥാശ്രമത്തില് ഭർത്താവ് ഭക്തിമാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഭാര്യയുടെ നിയോഗമനുസരിച്ചുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലാണ് ഇല്ലെങ്കിൽ അത്രമാത്രം സഹധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിന് യഥാർത്ഥത്തിൽ ഈശ്വരനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഭാര്യ പറയണതൊക്കെ അമ്പലത്തിൽ പോയിട്ട് ദർശനം നടത്തി വഴിപാട് നടത്തിയിട്ടൊക്കെ പറഞ്ഞാൽ അത് ചില ഭർത്താക്കന്മാരൊക്കെ കേൾക്കും. അത്ര ഭാര്യ പേടിയായിട്ടാണെങ്കിൽ പോലും വേണ്ടില്ല, പൂർണ്ണമായിട്ട് ഭക്തിയോടെ അല്ല എങ്കിൽ പോലും അത് ഭാര്യയുടെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് പോയിട്ടത് കഴിക്കുന്നത് എങ്കിൽ
അത് ആത്മാർത്ഥമായിട്ട് ശുദ്ധഗതിയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം വീട്ടിലാകില്ല. അപ്പം ശബരിമല വിഷയം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും ഉപദേശിച്ച ഈ തർക്ക വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്ത്രീകളോടും ഉപദേശിച്ചത്, നിങ്ങൾ കുചേല ഭക്തിമാരായിട്ട് മാറാനാണ്. എന്തിനാ വെറുതെ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നിർബന്ധപൂർവ്വം എന്താ ഇപ്പം ചെയ്താൽ, ഞങ്ങൾക്ക് എന്താ പെർമിഷൻ കിട്ടിയാൽ, ഞങ്ങൾ പോയി ചെയ്താൽ എന്താ അയ്യപ്പൻ ചെയ്യുക എന്നൊക്കെ ഒരു ധാർഷ്ട്യം കാണിക്കാതെ യഥാർത്ഥത്തിൽ കുചേല ഭക്തിമാരാകുക വേണ്ടത് ഞാൻ പറയാറുണ്ട്. അപ്പം ഭർത്താവിനെ, ആണുങ്ങൾക്ക് പ്രായപരിധിയൊന്നുമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വ്രതം നോറ്റിട്ട് ശബരിമല ദർശനം നടത്താൻ സാധിക്കും. അപ്പം കുടുംബത്തിലുള്ള അച്ഛനെയോ മക്കളെയോ ആൺമക്കളെയോ ഇല്ലേ ഭർത്താവിനെയോ കുറച്ചൊക്കെ താല്പര്യവും കൂടെ വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ ആ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ യഥാവിധി വ്രതം നോക്കിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ ആധ്യാത്മിക സപ്പോർട്ടും ചെയ്തു കൊടുത്ത് ഭക്തി യോഗത്തിലേക്ക് അവരെ എത്തിച്ച് അവർ യഥാവിധി 41 ദിവസം വ്രതം നോറ്റിട്ട് അവരെ ആ ദർശനത്തിനായിക്കൊണ്ട് പറഞ്ഞു വിട്ടാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഗ്രഹത്തിലിരിക്കുന്ന ഗ്രഹസ്ഥാശ്രമിയുടെ ഭാര്യയ്ക്കോ ഇല്ലെങ്കിൽ സ്ത്രീകൾക്കോ ആയിരിക്കുന്നു. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വികടചിന്തി മത്സരബുദ്ധിയോടൊക്കെ ഭഗവാനെ പരസ്പരം മത്സരിച്ചിട്ട് പോയി ദർശനം നടത്തി അനുഗ്രഹം വാങ്ങാനൊന്നും സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ തന്നെ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സമർപ്പണ ബുദ്ധിയോടുകൂടി ആ ഭഗവാന് പോയിട്ട് വഴിപാട് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ അത് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സമ്മതത്തോടെ അല്ല പോകുന്നത് എങ്കിൽ പോലും അത് കൊണ്ടുപോയി സമർപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടുന്നത് ആരാണോ ഇതിന് പ്രേരണ നൽകിയത് ആ ഗ്രഹത്തിലേക്കായിരിക്കും അർത്ഥം. അപ്പൊ കുചേല ഭക്തിമാരാകുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ധർമ്മം. നമുക്ക് വിലക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്ത് എന്തിനാ പോകണം, നിർബന്ധം പിടിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? നമുക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഗ്രഹത്തിലിരുന്നുകൊണ്ട് ഏത് ഭഗവാനെ വേണേലും ഭജിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. ഉദ്ധരേത് ആത്മനാത്മാനം നാ ആത്മാനം പ്രസാദി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും പോരെങ്കിൽ അനന്യാ ചിന്തയന്തോ മാം ഏ ജനാ പരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മത്സരബുദ്ധിയുടെ ഒരു ദാർഷ്ട്യം കാണിക്കേണ്ടോ അഹങ്കാരം കാണിക്കേണ്ടതോ യാതൊരു ആവശ്യവുമില്ല. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മറ്റ് ചിന്ത കൂടാതെ ഈ മത്സരബുദ്ധിയൊന്നും കൂടാതെ ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് നിത്യയുക്തമായിട്ട് എവിടെ ഇരുന്നുകൊണ്ട് ഭജിച്ചാലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഭജിച്ചാലും അവിടെയൊക്കെ അങ്ങനെയുള്ളവരെ ഭഗവാൻ യോഗക്ഷേമം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഇവിടെ കുചേലന് സാധിച്ചത് ഭാര്യയുടെ നിർബന്ധം കൊണ്ടാണ് ശരിക്കും കുചേലനും വന്നത്. കുറച്ച് ആവശ്യമില്ലാത്ത ഈഗോയിസം കുചേലനും ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ തോന്നുന്നത്. ഭഗവാൻ എന്നെ പറ്റിയൊക്കെ അറിയാവില്ല, അപ്പൊ ഭഗവാൻ അറിഞ്ഞു നൽകണ്ടേ എന്നൊരു ധാർഷ്ട്യ ബുദ്ധിയൊക്കെ നമുക്കും ഉണ്ടാവും. നമ്മളെ പറ്റി അറിയാം, നമ്മുടെ അവസ്ഥ അറിയാം, പിന്നെ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കണ കാത്തു നിൽക്കണം? ഭഗവാനും തോന്നുന്നത് എന്താ? അവഗണിക്കുന്നവരെ പരിഗണിക്കില്ല, പരിഗണിക്കുന്നവരെ അവഗണിക്കില്ല. ഭഗവാന്റെ സ്വഭാവം അത് തന്നെ. അതേ സ്വഭാവം നമുക്കും കിട്ടിയേക്കണത്. അപ്പൊ ആരും ചോദിക്കുന്ന കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കും, എന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കും. ഏതേത് ഭാവത്തിൽ എന്നെ ഭജിക്കുന്നവോ സദാ തദ്ഭാവഭാവിതാക എന്ന മനസ്സോടുകൂടി വിശാല മനസ്സോടുകൂടി ഭഗവാൻ എനിക്ക്. പക്ഷെ ഭഗവാൻ ഇതൊക്കെ നമ്മളെ പറ്റിയൊക്കെ അറിയാമല്ലോ, അറിഞ്ഞു തന്നുകൂടെ എന്നുള്ള ദാർഷ്ട്യം കാണിച്ചാൽ ഭഗവാൻ അങ്ങനെയൊന്നും അനുഗ്രഹിക്കില്ല എന്ന് മനസ്സിലാക്കും. ഇതേ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. മക്കളും കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ പോലും ഈ തോന്നൽ ഉണ്ടാകാറുണ്ട്. വയസ്സായിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മക്കൾ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അല്ലാതെ അച്ഛൻ ചോദിച്ചിട്ടേ അവരെ സഹായിക്കില്ല, അമ്മ ചോദിച്ചിട്ടേ എന്തെങ്കിലും കൊടുക്കാവുള്ളൂ ഒന്നുമില്ല. മക്കളെന്ന് വിചാരിക്കും അച്ഛനും അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചുകൂടെ, ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കണം. ചോദിച്ചാൽ കൊടുക്കാന്നുള്ള നിലയിലാണ്. അത് കുറച്ചൊരു ദാർഷ്ട്യത്തിന്റെ അവസ്ഥയാണ്. നമുക്ക് ദിവസം ജോലി കിട്ടി ഇത്രയൊക്കെ വലുതാക്കി വിട്ട് സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തം മനസ്സോടുകൂടി തന്നെ എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കേണ്ടത് കർത്തവ്യമാണ്. അതൊരു കടമയാണ്. അവർക്ക് എത്ര സന്തോഷമാകുമെന്നറിയോ? അതേസമയം അച്ഛനും അമ്മയും വിചാരിക്കുന്നത് എന്താ?
മക്കൾക്ക് നമ്മളെ പറ്റി അറിയാമല്ലോ, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെയല്ല, സാധാരണ അച്ഛനമ്മമാരൊന്നും മക്കളോട് ആവശ്യങ്ങളും എനിക്ക് ഇന്നത് വേണം, ഇന്നത് സാധിക്കണം എന്ന് അങ്ങനെ നിർബന്ധ ബുദ്ധിയാൽ മക്കള് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കാലത്ത് വാശി പിടിച്ചിട്ട് പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും പക്വത വന്നതുകൊണ്ട്, ജീവിതത്തിൽ പക്വത വന്നതുകൊണ്ട്, അവരുടെ മേച്യൂരിറ്റി കൊണ്ട് ഒരു കാരണവശാലും മക്കളോട് ഒരു കാര്യത്തിനും ആവശ്യം ഉന്നയിക്കാൻ അവർക്ക് മടിയായിരിക്കും. അപ്പൊ അവര് വിചാരിക്കുകയും ചെയ്യും, ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ മക്കളെന്ത് വിചാരിക്കും? അച്ഛനും അമ്മയ്ക്കും ആവശ്യമുള്ളത് ചോദിച്ചുകൂടെ, ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക, പക്ഷെ അവര് ചോദിച്ചാലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ. അപ്പൊ ഭഗവാനോട് ശരിക്കും കുചേലനും സുധാമാവനും ഇതേ ഒരു ഭാവം, എന്നെപ്പറ്റി എല്ലാം അറിയാമല്ലോ, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, അതുകൊണ്ട് ഭഗവാൻ എല്ലാം അറിയാം, ഭഗവാൻ അറിഞ്ഞ് സഹായിക്കേണ്ടതല്ലേ എന്നൊരു തോന്നലുണ്ടായിരിക്കാം. ഭഗവാനും തോന്നി കരയുന്ന കുട്ടിക്ക് ഞാൻ പാല് കൊടുക്കുള്ളൂ, അവൻ എന്താ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ വന്ന് ചോദിച്ചൂടെ. ഇത് ഭാര്യ തന്നെ പലവട്ടം സൂചിപ്പിച്ചു, അങ്ങയുടെ സുഹൃത്തല്ലേ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ അധീശനായിട്ടിരിക്കുന്നു, ഒന്ന് പോയി കണ്ടുകൂടെ, നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും, അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മാറുന്ന ആ പത്നിക്ക് ബോധത്തോടു കൂടി പറഞ്ഞു. അപ്പോഴൊന്നും കുചേലൻ തയ്യാറായില്ല. പിന്നെ ഭാര്യയുടെ നിർബന്ധത്തിലാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. അവിടെ ഭഗവാൻ എത്തരത്തിലാണ് അവിടെ ചെന്നപ്പോൾ സ്വീകരിച്ചത്? പഴയ വൈരാഗ്യം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലത്ത് പലതും ചെയ്തു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഭഗവാൻ പെരുമാറിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സ്വീകരിക്കില്ല. ഈ പറഞ്ഞ വസ്ത്രവും അത് വേർത്തൊലിച്ച് പൊടിപടലും ഒക്കെ ആയിട്ട് നടന്നു വന്നിരിക്കുന്ന ആളുടെ ശരീരത്തെ അതേപടി കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് കാല് കഴുകി ആ വെള്ളം തൻ്റെ ശരീരത്ത് തളിച്ച്, അങ്ങനെ എത്ര നിർമ്മല ഭക്തന്റെ ഭാവമാണ് ഭഗവാൻ അവിടെ ഈ ബ്രാഹ്മണന്റെ മുമ്പിൽ കാണിച്ചത്. ഇതൊക്കെ ഈ കഥാഭാഗമൊക്കെ പഠിക്കുമ്പോൾ വെറും കുചേലവൃത്തം വായിക്കുന്ന സമയത്ത് കുറേ ഒരു പാക്കറ്റ് അവൽ മേടിച്ചിട്ട് 10-20 പൊതിയാക്കിയിട്ട് അതിന് പൈസയും കൗണ്ടറിൽ അടച്ച് അത് കൊണ്ടുപോയി സമർപ്പിച്ചാലൊന്നും ഈ അനുഗ്രഹം കിട്ടാൻ പോകുന്നില്ല. എല്ലാവരുടെയും ധാരണ ഇത് വായിക്കുമ്പം അതേപോലെ ഭഗവാൻ കുചേലൻ ചെയ്തതുപോലെ തന്നെ ചെയ്ത നമുക്കെല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകുന്ന അവർ തോന്നല്. അതിൻ്റെ ഗുണമൊക്കെ കിട്ടുന്ന ആർക്കാ? ഭൗതിക നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സപ്താഹമൊക്കെ നടത്തുന്ന ആ കമ്മിറ്റിക്കോ വലിയ ക്ഷേത്ര ഭരണാധികാരികൾക്കോ അതിൻ്റെ നേട്ടം ആ ഫണ്ടിലേക്ക് പോവുക പൈസ. അതൊന്നും നമ്മുടെ വീട്ടിൽ കുചേലപത്നിയായിട്ടിരിക്കുന്നവർക്കൊന്നും ഒരു അനുഗ്രഹവും വീട്ടിൽ ഒരു ഐശ്വര്യവും വരാൻ പോകുന്നില്ല എന്നർത്ഥം. നമ്മൾ ഭക്തി പുരസ്സരം ഞാൻ പറയാറുണ്ട്, ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു തുളസിക്കതിര് ഭക്തിയോടുകൂടി അനന്യാ ചിന്തയന്തോ മാവേ ജന പരിഉപാസതേ നിത്യാമേ യുക്താനാം എന്ന ഭാവത്തിൽ അത് സമർപ്പിച്ചാൽ അത് ശ്രേഷ്ഠമായ പുഷ്പാഞ്ജലിയായി. ഇവിടെ ശരിക്കും വേദവൈദിക മാർഗത്തിലൂടെ പണ്ഡിതനായി മാറിയിരുന്ന സുധാമാവിനേക്കായാലും കറകളഞ്ഞ ഭക്തി ഉണ്ടായിരുന്നത് ശരിക്കും കുചേല പത്നിക്കായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അവർക്ക് യാതൊരു സംശയമില്ലായിരുന്നു, ഭഗവാനെ പോയി കണ്ടാൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും എന്ന് യാതൊരു സംശയ ലേശമില്ല അവർ ഉറപ്പിച്ചിരുന്നു. അതല്ലേ, ആ സങ്കല്പമല്ലേ ശരിക്കും യാഥാർത്ഥ്യമായത്? എന്നാൽ ഭഗവാന്റെ ഭക്തനായിട്ട് നടന്നിരുന്ന കുചേലന് ഇങ്ങനെ ഒരു ബോധമോ ഇവിടെ വന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പോലും തൻ്റെ പ്രാർത്ഥനാബലത്തിൽ പോലും ഒന്നും ആവശ്യപ്പെട്ടില്ല. അതിനുള്ള ആ ബോധതലത്തിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഭൗതിക എല്ലാം മറന്നിട്ട് ഭഗവാൻ ചെയ്ത തന്നെ ആദരിച്ചതും ബഹുമാനിച്ചതും വൈകുണ്ഠത്തിൽ കഴിയുന്ന പോലെ ഒരു ദിവസം ഭഗവാനോടൊപ്പം താമസിക്കാൻ സാധിച്ച ആ ആനന്ദത്തിലെല്ലാം മറന്നു. തൻ്റെ ദേഹത്തെയും തൻ്റെ ഗ്രഹത്തിലെ കുട്ടികളെയും ഇല്ലേ ഗ്രഹത്തിലെ അവസ്ഥയും താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് ദർശനം നടത്തി ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതോ അതൊന്നും മറന്നുപോയി. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. പക്ഷെ ഭഗവാൻ വന്ന് കണ്ടപ്പോൾ തന്നെ, ഇപ്പൊ വയസ്സായ ഇരിക്കുന്ന ആളെ കാലങ്ങൾക്ക് ശേഷം മക്കളൊന്ന് പോയി കണ്ടാൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് പെരുമാറിയാൽ കൂടുതൽ സന്തോഷമാവും. ഒന്നുമില്ലേലും ഈ പരദേവതയെ കാണാൻ പോകുമ്പോഴും കാർന്നവന്മാരെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടെ പോകരുത്. അവരെ പോയി കണ്ട് ദർശനം നടത്തിയാൽ തന്നെ, ഒന്നും കിട്ടിയില്ലേ തന്നെ അവർക്ക് വളരെയധികം സന്തോഷം. പരദേവതയുടെ അടുത്തും ഒന്നും കൊടുത്തില്ലെങ്കിലും കാലങ്ങൾക്ക് ശേഷം പാരമ്പര്യമായിട്ട് ഭജിച്ചിരുന്ന ഒരു ദേവതയെ പോയിട്ട് ദർശനം നടത്തിയാൽ ഈ ഈശ്വരന്റെ അനുഗ്രഹം അതിൽ കാണുമ്പോൾ തന്നെ, കാലങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു അച്ഛനെയോ മുത്തശ്ശനെയൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതേപോലെ ഇതാണ് പരദേവതയും. അപ്പം
കുറെ കാലങ്ങളായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. കാണണ്ടെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ കാണാൻ അതിനുള്ള അവസരം യോഗമുണ്ടായപ്പോൾ കണ്ടപ്പോൾ ഭഗവാൻ ഏതൊക്കെ തരത്തിലാണ്, എത്ര കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും ഭഗവാൻ ഏതൊക്കെ തരത്തിലാണ് ഒരു ബ്രാഹ്മണനോ ദരിദ്രനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനോട് പെരുമാറിയത്. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ഭഗവാനെ പഞ്ചദ്രവ്യങ്ങളെ കൊണ്ട് ആരാധിക്കുന്നതിലും ശ്രേഷ്ഠമാണ് ഈ തരത്തിൽ മാനവ സേവ ചെയ്യുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നർത്ഥം. പിന്നെ ഒരു കാരണവശാലും ഭഗവാനെ ദർശനം നടത്താനോ ഭഗവാനെ പോയി കാണാനോ ഭഗവാന് നമ്മുടെ കയ്യിലുള്ളത് എന്ത് തന്നെ സമർപ്പിക്കാനോ യാതൊരുവിധ സങ്കുചിത ബുദ്ധിയും ഇല്ലെങ്കിൽ ലജ്ജയോ ഉണ്ടാകാൻ പാടില്ല. സംശയം പോലും ഉണ്ടാകരുത്. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഭഗവാനെ പോയി കണ്ട് തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ സമർപ്പിച്ചുകൊള്ളൂ. തൻ്റെ കയ്യിൽ എന്തെങ്കിലും യഥാശക്തി എന്താണോ ഉള്ളത് അതിലൊരു അംശമെങ്കിലും ഭഗവാന് മുന്നിൽ സമർപ്പിക്കൂ. ആ ഒരു അംശം സമർപ്പിക്കുന്നത് പുഷ്പരൂപത്തിലോ ജലമോ ഏത് തരത്തിലായാലും സന്തോഷപൂർവ്വം അർപ്പണബോധത്തോടു കൂടി സമർപ്പിച്ചാൽ അതിൻ്റെ ഐശ്വര്യം നിങ്ങൾ പോലും അറിയാതെ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ ഗ്രഹത്തിലെത്തും. അതാണ് കുചേലചരിതം പഠിക്കുമ്പോൾ ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ട ചരിത്രം എന്നർത്ഥം. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അവൽ താൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് സുധാമാവ് ഉറപ്പ് കൊടുത്തിട്ട് പോലും അത് ഭഗവാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോലും മടി കാണിച്ചയാളാണ് ഈ ബ്രാഹ്മണൻ. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണ ഭക്തനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കുന്നത് തന്നെ അത്യന്തം ആനന്ദകരമാണ്. ഭഗവാനോടൊപ്പം ഒരു ദിവസം വൈകുണ്ഠത്തിൽ കഴിയുന്ന പോലെ ആ ആനന്ദമഗ്നായിക്കൊണ്ട് കഴിയാൻ സാധിച്ചതും ബ്രഹ്മചാരിയായിരിക്കുന്ന ഈ സുധാമാവ് എന്ന ബ്രാഹ്മണന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ലഭിച്ചത് എന്നർത്ഥം. ഇത്രയധികം ആനന്ദകരമായിട്ടുള്ളത് പിന്നെ എന്താണ് ജീവിതത്തിൽ കിട്ടാനുള്ളത്? അദ്ദേഹം ബ്രാഹ്മണ സംസ്കാരത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അദ്ദേഹം പരബ്രഹ്മമാണ്, ബ്രാഹ്മണ പ്രിയനാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.